ഓക്കെ ഗേസ്, ഇവിടെ ഞാനേ വർക്കൗട്ടൊക്കെ ചെയ്യാൻ കേട്ടാ. ഞാൻ ദേ ഈ കാണുന്ന ത്രെഡ്മില്ല് ഓടാ. ഇന്നത്തേക്കപ്പോൾ തൽക്കാലം ഇത്രയ്ക്ക് മതി. നമുക്കിനി പിന്നെ എപ്പോഴെങ്കിലും വർക്കൗട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ പിന്നെ ഒരു ഗെയിമിംഗ് പി സി ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ബാക്കിൽ കാണാൻ പറ്റും. ഒരു ട്രിപ്പിൾ മോണിറ്റർ സെറ്റപ്പാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, കുറച്ചേരം ഇരുന്ന് ഗെയിം കളിക്കാം. എടാ ജാക്കേ, ഇങ്ങോട്ടേക്ക് വന്നേ. ഒരു അത്യാവശ്യ കാര്യം പറയണ്ട്. വേഗം വാ, സമയമില്ല. ഒരു മിനിറ്റ്, ഇതെന്തത്? രാജുവേട്ടൻ എന്നെ വിളിക്കണ്ടല്ലോ. എന്താണോ കാര്യം? രാജുവേട്ടാ, എന്തിനാ വിളിച്ചേ? എന്ത് കാര്യം? എടാ ജാക്കേ, നീ ഒരു കാര്യം അറിഞ്ഞ? നമ്മുടെ ഫ്രാങ്ക്ലിനില്ലേ, ആ ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ, അവനെ ഗ്രാനി കിഡ്നാപ്പ് ചെയ്തേക്കാ. നീ ആ ടി വി ഓണാക്കി നോക്കി നോക്കിയേ. ഏ, നമ്മുടെ ഫ്രാങ്ക്ലിന് ഗ്രാനി കിഡ്നാപ്പ് ചെയ്യേ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ ടി വി ഓണാക്കി നോക്കി നോക്കട്ടെ. രാജുവേട്ടൻ പറയണത് ശരിയാണോ? ഗൈസ്, ഇവിടെ ഞാൻ ടി വി ഓണാക്കിട്ടാ. ഇത് കണ്ടില്ലേ, ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലേക്ക് ഗ്രാനി കയറിയേക്കാ. ഫ്രാങ്ക്ലിൻ അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഗ്രാനിയുടെ കയ്യിലാണെങ്കിൽ ഒരു ബേസ്ബോൾ ബാറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് ഫ്രാങ്ക്ലിൻ്റെ തലമുളിക്ക് അടിച്ചു. ഐ ശരി, പിന്നാലെ പോയിട്ട് അടിച്ചേ. ഇപ്പോഴത്തെ ഫ്രാങ്ക്ലിൻ്റെ ബോധം പോയിക്ക. ഇതിപ്പോൾ എങ്ങോട്ടേക്കാ കൊണ്ടുവന്നേ? ഇത് ഏത് സ്ഥലം? കണ്ടിട്ട് മറ്റേ ജംഗിളിലുള്ള സ്ഥലം തോന്നുന്നുട്ടാ. ആ, ജംഗിളുടെ നടുക്കിലേ ഒരു വീടുണ്ട്. മിക്കവാറും ആ വീടായിരിക്കും. ഷേ, ഇതിപ്പോൾ പണിയല്ലോ. എന്നാലും ഫ്രാങ്ക്ലിൻ എങ്ങനെ കിഡ്നാപ്പ് ചെയ്യണേ? ആ, നിങ്ങൾ പിന്നെ കണ്ടതല്ലേ, ഗ്രാനി ഫ്രാങ്ക്ലിൻ്റെ തലക്കടിക്ക ചെയ്ത് ബാക്കിൽ നിന്നാണ് അറ്റാക്ക് ചെയ്തത്. ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് ഏത് പൊട്ടനും പറ്റും. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഫ്രാങ്ക്ലിനെ പോട്ടെ രക്ഷിക്കാം. രാജോട്ടാ, അതെ, വീട്ടിൽ തന്നെ നിന്നാ മതിട്ടാ. വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ പോയിട്ടെ ഫ്രാങ്ക്ലിനെ രക്ഷിക്കാം. ഇവിടെ പിന്നെ എൻ്റെ കയ്യിൽ 2 വണ്ടികളുണ്ട്. നമുക്ക് തൽക്കാലം താറെടുത്തോണ്ട് പോവാം, അതായിരിക്കും നല്ലത്. എനിക്ക് പിന്നെ ഫ്രാങ്ക്ലിൻ്റെ ലൊക്കേഷൻ മനസ്സിലായിട്ടാ. ഇവിടെ നമ്മുടെ സിറ്റിയിലെ ഒരു ജംഗിളുണ്ട്. ആ ജംഗിളുടെ നടുക്കിൽ ഒരു വീടുണ്ട്. ആ വീട്ടിലങ്ങനെ ആരും താമസിക്കാറില്ല. ഫ്രാങ്ക്ലിൻ ഇപ്പോൾ അവിടെയാണുള്ളത്, അതിപ്പോൾ ഉറപ്പായി. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഞാൻ പക്ഷേ അറിയാണ്ട് 2 പേരെ വണ്ടി അടിച്ച് കൊന്നു. ഇപ്പോഴത്തെ പോലീസുകാർ എൻ്റെ പിന്നാലെ വരാ. ഇവന്മാരിനി എൻ്റെ പിന്നാലെ വിടില്ല. ഹലോ സാറന്മാരെ, എന്താ പ്രശ്നം? എന്നെ വെറുതെ വിട്ടേക്ക്. വെറുതെ വിടാനാ? അതിപ്പോൾ ശരിയാവില്ലല്ലോ. നീ 2 പേരെ വണ്ടി അടിച്ച് കൊന്നു. നീ വലിയൊരു ക്രൈമാണ് ചെയ്ത്. നിന്നപ്പോൾ വെറുതെ വിട്ടാലേ ശരിയാവില്ല. നീ മിക്കവാറും ജയിലിലേക്ക് പോവും. ജയിലിൽ പോവാനാ? ഞാനിപ്പോൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഫ്രാങ്ക്ലിനെ ആരാ രക്ഷിക്കുക? അതെ, ഒരു കാര്യം ചെയ്യാം, RPG എടുത്തിട്ട് എല്ലാത്തിനും തീർത്തളയാം. ഒരൊറ്റടത്തിനും വെറുതെ വിടണ്ട. അയ്യോ, ഇതിപ്പോൾ എന്താണ്ടായേ? എൻ്റെ താറും കൂടിയും പൊട്ടിത്തെറിച്ചല്ലോ. ഷേ, അത് നല്ലൊരു വണ്ടിയായിരുന്നു. അതിപ്പോൾ കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ ഒരൊറ്റണത്തിനും വെറുതെ വിടില്ല. എല്ലാ പോലീസുകാരും തീർത്തളയും. ചാവടങ്ങോട്ട്, ചാവ്. ഒരാളും ബാക്കി ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാ പോലീസുകാരെയും തീർത്ത് കളഞ്ഞോട്ടാ. എല്ലാ പോലീസ് വണ്ടികളും കത്തിച്ചളഞ്ഞു. ഇനിയിപ്പോടെ ഒരാളും ബാക്കിയില്ല. എൻ്റെ കയ്യിൽ പക്ഷേ ഒരു താറുണ്ടായിരുന്നു. ആ താറ് കയ്യിൽ നിന്ന് പോയി. നമുക്കപ്പോൾ വേറെ ഒരു വണ്ടി വേണം. ഇവിടെ ഇപ്പോൾ ഷോറൂമിൽ ഏതൊക്കെ വണ്ടികളുള്ളേ? ഇവിടെ പിന്നെ ഡ്യൂക്ക് ഉണ്ട്, RC ഉണ്ട്. കാറില്ലേ? ഇവിടെ താറുണ്ട്, ഫോർച്യൂണർ ഉണ്ട്. ഇതൊന്നും വേണ്ട, നമുക്ക് തൽക്കാലം ബൈക്ക് മതി. ഈ ഡ്യൂക്ക് മേടിക്കാം. ഈ ഡ്യൂക്ക് വില കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇതുവരെയ്ക്കും ഡ്യൂക്ക് ഓടിച്ചിട്ടില്ലേ. ഞാനങ്ങനെ ആ ബൈക്ക് പർച്ചേസ് ചെയ്തുട്ടാ. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിൻ്റെ ബാക്കിലാ. ഡ്യൂക്ക് കാണാനായിട്ടേ നല്ല ഭംഗിയാണ് കേട്ടാ. ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വണ്ടി നമുക്ക് മോഡിഫൈ ചെയ്താലോ? ഈ ഡ്യൂക്കിൽ വലിയ കാര്യമായിട്ട് സ്പീഡില്ല. അത്യാവശ്യം സ്പീഡുണ്ട്, ഒരു 140 വരെ പോവും. പക്ഷെ അത് പോരാ. നമുക്ക് ഈ വണ്ടിയിൽ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. നൈട്രോ ഇൻസ്റ്റാൾ ചെയ്താലേ വണ്ടി നല്ല സ്പീഡിൽ പോവും. ഓക്കെ, നമ്മളങ്ങനെ ബെന്നിയുടെ വർക്ക്ഷോപ്പിലേക്ക് വന്നേക്കാണ് കേട്ടാ. നമുക്കപ്പോൾ ഈ ഡ്യൂക്ക് പെഡായിട്ട് മോഡിഫൈ ചെയ്യാം. ഇതിൽ പിന്നെ മോഡിഫൈ ചെയ്യാനൊന്നുമില്ല. കളർ മാറ്റിയാലോ? കളർ മാറ്റണ്ട. ഈ ഓറഞ്ച് വൈറ്റ് കോംബോ അത് കാണാൻ ഭംഗിയുണ്ട്.
കളറപ്പം മാറ്റണ്ട. വീല് മാറ്റണ? വീലിന്റെ സൈസ് കൂട്ടിയാലോ? അന്ന് കൂട്ടി നോക്കി നോക്കാം. അയ്യോ, ഇതെന്തത്? കാണുമ്പോൾ കുറച്ച് വീടായിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, വീലിന്റെ സൈസ് പഴയ പോലെ മതി. അല്ലെങ്കിൽ കാണാനേ ഭയങ്കര ബോറാവും. നമുക്ക് മെയിനായിട്ടേ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. അതങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തേക്കാണ്. ടയർ സ്മോക്ക് നമുക്ക് ഓറഞ്ച് കളർ കൊടുക്കാം. ഇത് പിന്നെ ഓറഞ്ച് കളർ വണ്ടിയാണ്. നമ്മളങ്ങനെ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്തു. ഇതിൽ പിന്നെ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്തേ. ഇപ്പതേ കണ്ടില്ലേ, വണ്ടി നല്ല സ്പീഡിൽ പോവുണ്ട്. നമ്മുടെ ക്യാരക്ടർ വീലടിക്കുക. എന്തുട്ടായാലും ഈ വണ്ടി ഓടിക്കാനേ നല്ല രസമുണ്ട് കേട്ടാ. ഒരു രക്ഷയില്ല. അല്ല, ഞാനിവിടെ എന്തുട്ടാ കാണിക്കണേ? എൻ്റെ ഒരു കൂട്ടുകാരൻ പെട്ടുപോയേക്ക. അവനെ ഗ്രാനി കിഡ്നാപ്പ് ചെയ്തേക്ക. അവനെ രക്ഷിക്കണ പകരം ഞാനിവിടെ വണ്ടി മോഡിഫൈ ചെയ്ത് നടക്കുക. അയ്യോ, ഇതിപ്പോൾ ശരിയാവില്ലല്ലോ. നമുക്ക് പോയിട്ട് അവനെ രക്ഷിക്കണം. അവൻ്റെ ലൊക്കേഷൻ പിന്നെ എവിടെയാന്ന് എനിക്കറിയാം. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ആ വീട്ടിലേക്ക് പോവാം. നമ്മളതേ ഓൾമോസ്റ്റ് ആ വീട്ടിലേക്ക് എത്തിയേക്കാ. നമ്മളതേ കാട്ടിലെത്തി. ഈ കാടിൻ്റെ നടുക്കിലേ ഒരു വീടുണ്ട്. ദേ ആ കാണുന്ന വീടാ. ആ വീട്ടിലങ്ങനെ ആരും താമസിക്കാറില്ല. ഇപ്പൊ നമ്മുടെ ഫ്രാങ്ക്ലിനെ ആ വീട്ടിലുള്ള കൂടെ ഗ്രാനിയും ഉണ്ട്. നമുക്കപ്പോൾ ഗ്രാനിയുടെ നിന്ന് രക്ഷിക്കണം. ഈ ബൈക്ക് നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് അകത്ത് കയറി നോക്കി നോക്കാം. എൻ്റെ കയ്യിൽ പിന്നെ വെപ്പൺസ് ഉണ്ട്, അതുകൊണ്ട് സീനില്ല. എടാ ഫ്രാങ്ക്ലിനെ, നീ എവിടെയാ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇത് പിന്നെ ഒരു ഹോണ്ടഡ് ഹൗസാ. ഈ വീട്ടിലെ മുന്നേ കുറച്ച് ആൾക്കാർ താമസിക്കണ്ടായിരുന്നു. അവന്മാർ പക്ഷേ മരിച്ചുപോയി. അതുകൊണ്ട് ഇതൊരു ഹോണ്ടഡ് ഹൗസാ. അല്ല, ഈ ഫ്രാങ്ക്ലിൻ എവിടെയാ? ഇവിടെ ഒന്നും കാണാനില്ല. ഇനിയിപ്പോൾ ഒരു പുറത്തുണ്ടാവോ? ഒരു മിനിറ്റ്, ഫ്രാങ്ക്ലിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടാ. ഗ്രാനി അവിടെ ബാറ്റിംഗ് കൈ പിടിച്ച് നിൽക്കുക. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. പതുക്കെ തന്നെ പിന്നാലെ ചെല്ലാം. എന്നിട്ട് ഒരൊറ്റ അടിയാണ്. ദേ കിടക്കണം അവിടെ. ഗ്രാനിനെ നമുക്ക് ചവിട്ടി കൂട്ടി കൊല്ലാം. ചാവടി ഇങ്ങോട്ട്, ചാവ്. നീ നമ്മുടെ ഫ്രാങ്ക്ലിനെ കിഡ്നാപ്പ് ചെയ്യാറായില്ലേ? നിനക്ക് ഞാൻ ആരാന്ന് ശരിക്കും അറിയില്ല. ചത്ത? ആ, ഇത് ചത്തുണ്ടാവും. ഇതിൻ്റെ കാര്യത്തിൽ എങ്ങനെ ഒരു തീരുമാനമായി? എടാ ജാക്കേ, എന്തൊക്കെ പറഞ്ഞാലും നീ കറക്റ്റ് ടൈമിലാണ് വന്നേ. ഇല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിന്നെ. ഈ ഗ്രാനി ഇപ്പോൾ എവിടെ നിന്നാണ് കയറി വന്നേ? വന്നിട്ട് എന്നെ തലക്കടിക്കുക ചെയ്ത്. ഭാഗ്യമുണ്ട്, ഒന്നും പറ്റിയില്ല. എടാ ഫ്രാങ്ക്ലിനെ, ഞാനിവിടെ ജീവനോടെ ഉള്ളപ്പോഴേ നിനക്കൊന്നും സംഭവിക്കില്ല. വായോ, നമുക്കിനി വീട്ടിലേക്ക് പോവാം. ഇവിടെ നീ അധികം നേരം നിൽക്കണ്ട.